ഹായ് ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കാറ്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ല കൊടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പാറ്റേൺ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പേന കൊണ്ടും കൂടി ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേന കൊണ്ട് വരച്ചിട്ട് ചെയ്യരുതേ. നിങ്ങളെപ്പോഴും ചോക്ക് കൊണ്ട് മാത്രമേ വരയ്ക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്ലാസ് പെൻസിലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് മേടിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ തുണിയിൽ വരയ്ക്കുന്ന ചോക്ക് കൊണ്ട് വരച്ചാലും മതിയാവും. ഒരിക്കലും പേന കൊണ്ട് വരച്ചേക്കരുത്. പേന കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെയർ ക്ലോത്തിലാണെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ പുറത്തത് കാണും. അപ്പോൾ അതുകൊണ്ട് വൃത്തികേടായിട്ട് നിൽക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പേന കൊണ്ട് വരയ്ക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ തുണിയിൽ ചോക്ക് കൊണ്ട് വരച്ച് വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലോ എന്ന് കരുതി മാത്രം പേന കൊണ്ട് വരച്ച് കാണിക്കുന്നതാണ്. അത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മുടെ തമ്പനയിൽ കൊടുത്തിരുന്ന പിക്ചർ അതൊരു മെഷീൻ എംബ്രോയ്ഡറിയാണ്. അപ്പോൾ നമ്മൾ ആ മെഷീൻ എംബ്രോയ്ഡറി ആ ഒരു രീതിയിലല്ലാതെ എങ്ങനെയൊന്ന് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പം എനിക്കത് കണ്ടപ്പോൾ ജസ്റ്റ് മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻറ്റ് വേണം, അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേതെങ്കിലും പെയിൻറ്റ് എടുത്താൽ മതിയാവും, നമുക്ക് അതുകൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ സ്റ്റെം ലീഫ് പാറ്റേൺ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേളിൽ ഫ്ലവറും കൂടി വരുന്നതാണ്. അത് വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ട കളറുകൾ ഇതൊക്കെയാണ്. മജന്ത കളർ എടുത്തിട്ടുണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ നമ്മൾ നല്ല ഗ്രീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെമ്മാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ബ്രഷുകൾ എടുത്തിട്ടുണ്ട്. ബ്രഷൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അത് കാരണം നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സൗകര്യമായിട്ട് തോന്നുന്ന ബ്രഷ് എടുക്കാം കേട്ടോ. എപ്പോഴും ഏറ്റവും ചെറിയ ബ്രഷ്, അതായത് 0 പോയിൻറ്റ് ബ്രഷൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്. ആദ്യമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്കിതുപോലെ ആദ്യമേ സ്റ്റെമ്മൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മ് നമ്മളിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തേക്കുന്നത് വഴി തന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ കൊണ്ട് വരച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ മറ്റേ ഇറ്റ്സ് മീ അമലൂസ് എന്ന് പറഞ്ഞ ക്രാഫ്റ്റ് ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ പെയിൻറ്റും ബ്രഷുകളൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാനാണെങ്കിൽ ഇപ്പോൾ അക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ കടയിൽ വാങ്ങിയാണെങ്കിൽ 25 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ബ്രഷും നമുക്ക് 0 പോയിൻറ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ കടക്കാർ തരുന്നതായിരിക്കും, അവർക്കതറിയാം. അപ്പോൾ അത് തന്നെ മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ, ആദ്യമേ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും ചെറിയ ബ്രഷ് മേടിക്കുന്നതാണ് നല്ലത്. കാരണം വലിയ ബ്രഷൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര പെർഫെക്ഷൻ വന്നു വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പം നമ്മൾ സ്റ്റെം ഇതുപോലെയാണ് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് സ്പീഡിലിട്ട് കാണിക്കാത്തതും നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റെമ്മും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ ചെറിയ ബ്രഷ് എടുക്കാമെന്ന് പറഞ്ഞത് നമ്മൾ ചെറിയ സ്റ്റെമ്മുകളാണല്ലോ വരച്ചേക്കണത്. അപ്പം അത് ഒരുപാട് കട്ടി കൂടി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ലൈൻസും ഇതുപോലെ, എല്ലാ സ്റ്റെമ്മും ഇതേപോലെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തയ്ക്കുന്നതിനേക്കാളും ഭയങ്കര എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന്, അതായത് നമ്മൾ നിങ്ങൾക്ക് സംശയം കാണും വാഷ് ചെയ്യുമ്പോഴൊക്കെ ഇത് പോകുമെന്നൊന്നും. അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന ഒരു സംഭവമല്ല. കാരണം നമ്മൾ ഫാബ്രിക് പെയിൻറ്റിംഗ് ചെയ്തിരിക്കുന്ന ഡ്രസ്സസ് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് പെട്ടെന്നൊന്നും പോകുന്നൊന്നുമല്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചിട്ട്, വരയ്ക്കാനൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പാറ്റേൺസ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പാറ്റേൺ ആണെങ്കിലും ഇതുപോലുള്ള പാറ്റേൺ ആണെങ്കിലും ഒരുപാട് പാറ്റേൺസ് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിലുണ്ട് കേട്ടോ. അതിൽ നമ്മൾ പാറ്റേൺസ് സെർച്ച് ചെയ്താൽ മതി, ഒരുപാട് പാറ്റേൺസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ അതിൽ നിന്ന് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്കത് സ്കെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നോട് സ്കെച്ച് ചെയ്യുന്ന ഒരു കാര്യം ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് യെല്ലോ കളർ കാർബൺ പേപ്പർ കിട്ടും, അതുപോലെ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കാർബൺ പേപ്പർ കിട്ടും. അപ്പോൾ ഡാർക്ക് കളർ ക്ലോത്തിലേക്കാണെങ്കിൽ നമുക്ക് വൈറ്റ് ഷെയ്ഡ് ഉള്ളത് ഉപയോഗിക്കാം. ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ യെല്ലോ കളേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂവോ ഒന്നും മേടിക്കരുത്, അത് നമ്മുടെ ക്ലോത്തിലേക്ക് വല്ലാണ്ടാവും. അപ്പോൾ ഈ 2 കളേഴ്സ് മാത്രമേ ചൂസ് ചെയ്യാവുള്ളേ. അപ്പോൾ അത് 2 മേടിച്ചിട്ട് നമുക്ക് ഡ്രസ്സിലേക്ക് സ്കെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ലീഫാണൊന്ന് കളർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലീഫ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന പാറ്റേൺ അനുസരിച്ച് മാത്രം ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് നമ്മൾ സ്റ്റെമ്മിന് കൊടുത്ത അതേ ഗ്രീൻ കളറാണ് ആദ്യമേ ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. നമ്മുടെ യോക്കിന് ഇവിടുന്ന് താഴേന്ന് മുകളിലേക്കാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ യോക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഭാഗത്തേക്കാണോ അത് വേണ്ടത് ആ രീതിയിൽ വരച്ച് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലീഫിന് നമ്മൾ ഇതുപോലെ ഫുൾ ആദ്യമേ ഈ ഒരു സ്റ്റെമ്മിൻ്റെ അതേ കളർ കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിൽ ചെറിയ നമ്മൾ എടുത്തിരുന്ന ഒരു ലൈറ്റ് ഗ്രീനില്ലേ,
അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ചുകൂടി ഒരു ഒറിജിനൽ ഫീലൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിലായിരിക്കുമല്ലോ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓൾ ഓവർ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഉള്ളിൽ ഒരു സ്റ്റെമ്മ് വരണ കണക്കണം ഒന്ന് വരച്ചു കൊടുക്കണേ. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു വിട്ടാൽ മതിയാവും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഒറിജിനൽ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ ചെയ്യണം. നമുക്കറിയാമല്ലോ നമ്മുടെ ഒറിജിനൽ ലീഫിന് ഒരു ഡബിൾ ഷെയ്ഡൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ അതൊന്ന് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോസിൽ ഒരുപാട് അതർ സൗണ്ട്സ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒഴിവാക്കി ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത് വരുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് എല്ലാ ലീഫിനുള്ളിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? നമുക്കിത് ഔട്ട്ലുക്ക് ആ ഒരു തമ്പനയിലെ പിക്ചർ മെഷീൻ എംബ്രോയ്ഡറിയാണ്. സാധാ കൈ കൊണ്ടും ചെയ്യാം. പക്ഷെ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ചെയ്തത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ എടുത്തിരുന്ന മജന്ത കളറും വൈറ്റ് കളറും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് ഫ്ലവർ ചെയ്യാനായിട്ട് ബ്രഷ് കൊണ്ട് ഞാൻ കാണിക്കണ പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ബ്രഷ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിന് പകരം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഫ്ലവർ വരച്ചു കൊടുക്കാൻ അറിയാമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ബ്രഷ് ഇതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ വിടർത്തി കൊടുക്കാമെന്നായിരുന്നു. നമ്മൾ ക്ലോത്തിലായതുകൊണ്ട് അത് അത്രയ്ക്ക് അങ്ങ് ശരിയാവുന്നില്ല. പേപ്പറിലാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഓരോരോ ട്രിക്കുകൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കളറൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വരകൾ നിൽക്കണ പോലെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ 0 ബ്രഷ് എടുത്തിട്ട് നമ്മളിതുപോലെ കളർ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുകളിലൊന്ന് വരച്ചു കൊടുക്കണേ. അപ്പോൾ അത് ആ ഒരു മുകളിലേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അതിൻ്റെ ഇതളുകൾ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കൊടുക്കുമ്പോൾ ഇത് കുറച്ച് കയറ്റിയിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ഞാൻ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ റെഡ് കളറ്, യെല്ലോ കളറ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കളേഴ്സ് എല്ലാം ചൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മളെല്ലാ കളേഴ്സും ഇതേപോലെ ബ്രഷ് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ കുഞ്ഞു കുഞ്ഞായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കളേഴ്സിലും അതേപോലെ ചെയ്ത് കൊടുക്കണം. ആ ഒറിജിനൽ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മുകളിലേക്ക് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഇതെല്ലാം നിൽക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വേറെ എന്തെങ്കിലും ഫ്ലവേഴ്സ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 2-3 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേണിൽ കണ്ട പോലെ തന്നെ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഇതുപോലെ മേളിലേക്ക് വരച്ചത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 കളേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും താഴെ യെല്ലോ, പിന്നെ സെൻറ്ററിൽ ഇതേപോലെ കളർ, പിന്നെ മേളിൽ റെഡ്. അത് ആ ഫ്ലവറിൽ വന്നേക്കുന്നത്, അതായത് ആ പാറ്റേണിൽ വന്നേക്കുന്നത് അതേപോലെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ വരച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം, സിംഗിൾ കളർ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉള്ളൂ. ഇതുപോലെ ഫ്ലവറിൻ്റെ താഴെ വരുന്ന ആ ഒരു സ്റ്റെമ്മിൻ്റെ പോണക്കത്തെ അതുകൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെപ്പോഴും ഒരേ രീതിയിലുള്ള സ്റ്റിച്ചിങ് പാറ്റേൺസൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് ഒന്ന് ഇതുപോലെ മാറ്റി കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടമായോ ഇല്ല എന്നുള്ള കാര്യം കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. കാരണം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരുടെയും കമൻസ് ഒന്നും വന്ന് ഞാൻ കാണുന്നില്ല. അപ്പോൾ അത് മറക്കാതെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെയാണ് കിട്ടിയേക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണക്കി തേച്ച് ഉപയോഗിക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.